ഹായ് ഹലോ അമീജാനി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഇലയുടെ ആയാലോ. എങ്ങനെ വൈകുന്നേരത്തെ ചായ കുടിക്കുന്ന ഇലയുടെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. മൈദാമാവിൽ ഞാനിത് ആദ്യമായിട്ടാണ് ഇലയുടെ ഉണ്ടാക്കുന്നത്. അരിമാവിൽ ചെയ്യുന്നതിനെക്കാട്ടി കുറച്ചും കൂടി നല്ല സോഫ്റ്റായിട്ട് എനിക്ക് തോന്നി. ഞാൻ ഇത് ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നല്ല സോഫ്റ്റായിട്ട് എനിക്ക് തോന്നി. ഞാൻ ഒരു യൂട്യൂബ് ചാനൽ കണ്ടിട്ട് ചെയ്തതാണ് കേട്ടോ. അങ്ങനെ മൈദാമാവ് കൂടെ നമ്മുടെ ദോശമാവിനെ കാട്ടി കുറച്ചും കൂടി ഒന്ന് കട്ടിയിലൊന്ന് പരത്തി മൈദാമാവിൽ ഉണ്ടാക്കുക. നമ്മൾ സാധാ ഇലയിടയ്ക്ക് എന്തൊക്കെയാണോ ഇടുന്നത്, തേങ്ങ, ശർക്കര, ഇത് വെച്ച് തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. മൈദാമാവ് ഞാൻ ഇതുവരെ പരീക്ഷിച്ചിട്ടില്ല. അങ്ങനെ തേങ്ങയൊക്കെ പൊട്ടിച്ചു, തേങ്ങയെല്ലാം തിരികി ശർക്കരയും തിരികി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ശർക്കരയും തിരികിയിട്ട് നമ്മുടെ ഇഡ്ഡലി ചെമ്പിൽ തന്നെയാണ് ആവിയേറ്റി എടുക്കുന്നത്. ഉണ്ടാക്കിയിട്ടില്ലാത്തവരൊന്ന് പരീക്ഷിച്ച് നോക്കുക. ചിലപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കാണുമായിരിക്കും, ഉണ്ടാക്കി നോക്കുക. നമ്മുടെ ഇവിടെ തിരുവനന്തപുരത്ത് പൊരുണി ഇല എന്ന് പറയും, ചിലയിടത്ത് വട്ട ഇല എന്ന് പറയും. അങ്ങനെ പൊരുണി ഇലയിലാണ് പൊരുണി ഇലയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെ 2-3 ഇല എനിക്കിവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അത് പറിച്ച് കളഞ്ഞിട്ടില്ല. എപ്പോഴെങ്കിലും നമുക്ക് ഇതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടേ ഞാനിവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മൾ തേങ്ങയും ശർക്കരയും കൂടിയുള്ള കൂട്ട് ഞാൻ എല്ലായിടത്തും ഒന്ന് പരത്തി ഇട്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് ഒരുപോലെ എല്ലായിടത്തും കഴിക്കാൻ കിട്ടുമല്ലോ. അങ്ങനെ ഞാൻ എല്ലായിടവും ഒന്ന് പരത്തി ഒന്ന് ഇട്ട് കൊടുത്ത് നമ്മൾ ഇഡ്ഡലി കുട്ടുവത്തിനകത്ത് വെച്ച് തന്നെ ആവിയേറ്റി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇഡ്ഡലി കുട്ടുവത്തിനകത്ത് വെച്ച് ചായയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ വൈകുന്നേരം ഇപ്പോൾ എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ അവർക്ക് നിർബന്ധം കുട്ടിയൊക്കെ. അങ്ങനെ നമ്മുടെ തന്നെ വീട്ടിലുണ്ടാക്കുന്ന കാര്യങ്ങളാകുമ്പോൾ കുറച്ചും കൂടി നന്നായിരിക്കുമല്ലോ. അങ്ങനെ ഇലയുടെയും ചായയുമാണ്. അപ്പം ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ.